ക്യാബിൻ്റെ തൊട്ട് താഴോട്ട് വരുമ്പോൾ ഇത് DF ഫ്ലൂഡ് ആണ് ഇതിൻ്റെ അകത്ത് നിറയ്ക്കേണ്ടത്, ഡീസൽ അല്ല വരുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ന്യൂ ചാനൽ. അങ്ങനെ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന മഹേന്ദ്രയുടെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായ വീറോ ആണ്. വീറോ തന്നെ 4 വേരിയൻ്റ് ഉണ്ട്. V2 ഉണ്ട്, V4 ഉണ്ട്. ഏറ്റവും ടോപ്പ് മോഡലിനാണ് എയർ ബാഗ് വരുന്നത്. റീസെയിൽ വാല്യൂ 5 വർഷം വരെ ഉണ്ട്. വീറോയുടെ റീസെയിൽ വാല്യൂ 8 ലക്ഷം രൂപയാണ് സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് ഷോറൂം പ്രൈസ്. വീറോയുടെ മോഡൽ എന്ന് പറയുന്നത് V2, V4, V6. അതിൽ 1.6 ഡീസൽ എഞ്ചിനും 1.5 CA എഞ്ചിനുമാണ് വരുന്നത്. കാർഗോ ബോക്സിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ 1600 kgയും 3035 mm ആണ് വരുന്നത്. XXL എന്ന് വരുന്ന മോഡലിനാണ്. 3 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. 18 മൈലേജ്, മാക്സിമം പവർ എന്ന് പറയുന്നത് 80 ആണ്. വീറോയുടെ ഫ്രണ്ട് വ്യൂയിലോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് ആദ്യം കാണുന്നത് ബാഡ്ജിങ് ആണ്. വീറോ എന്ന് പറഞ്ഞുള്ള ലെറ്ററിങ്, അതിൻ്റെ അകത്ത് 6 ഗോൾഡൻ കളറ് വരുന്നത്. ഒരു ക്രോം ഫിനിഷിങ്ങിൽ വന്നിട്ട് അവത്തിലൊരു ബാഡ്ജിങ് ചെയ്ത് മഹേന്ദ്ര എന്ന് താഴെ ഒരു എംബ്ലം, നമ്മുടെ പഴയ എംബ്ലമാണ്. മഹേന്ദ്രയുടെ ഗുഡ്സ് വണ്ടിക്കൊക്കെ ഈ എംബ്ലമാണ് വരുന്നത്, പഴയ എംബ്ലം. പാസഞ്ചർ വണ്ടിക്ക് ബട്ടർഫ്ലൈ എന്ന് പറയുന്ന എംബ്ലമാണ് വരുന്നത്. തൊട്ട് സൈഡിലോട്ട് വരുമ്പോൾ ഹെഡ്ലൈറ്റ് കാണാം. അതിൻ്റെ തൊട്ട് മുകളിൽ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ ഒരു റിഫ്ലക്ടർ വരുന്നുണ്ട്. ഫോഗ് ലാമ്പ് നമുക്ക് ഫിറ്റ് ചെയ്യാം. അതിൻ്റെ തൊട്ട് സെൻറ്ററിൽ തന്നെ നമുക്ക് ചെറിയൊരു എയർ വെൻ്റ് വരുന്നുണ്ട്. സൈഡ് പ്രൊഫൈലിലോട്ട് വരുമ്പോൾ നമുക്ക് ആദ്യം കാണുന്ന വീറോ എന്നും പറഞ്ഞുള്ള ബാഡ്ജിങ് കാണാം. അതിൻ്റെ തൊട്ട് താഴെ തന്നെ 1.5 XXL എയർ ബാഗ്. ചെറിയൊരു ക്യാബിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ചെറിയൊരു മിറർ അസംബ്ലിയാണ് വരുന്നത്. ഓട്ടോമാറ്റിക് കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് മറിച്ചാലേ ഉള്ളൂ ഇത് ചെരിയത്തുള്ളത്. നല്ല ബലമുണ്ട്. അത്യാവശ്യം ബലമുള്ളൊരു ഡോർ ഹാൻഡിലാണ് വരുന്നിരിക്കുന്നത്. നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ളത്. ഡോറിനോട് തന്നെ ചേർന്നിരിക്കും. ഇച്ചിരി ബൾക്കായിട്ട് വെളിയിലോട്ടിരിക്കും, പക്ഷെ പെട്ടെന്നൊന്നും ഒടിഞ്ഞു പോകത്തില്ല. ഡോറിനോട് താഴെ ചെറിയ നല്ലൊരു കറുത്ത ഗ്ലാഡിങ് വരുന്നുണ്ട്. അതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ഒരു ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. സാധാരണ സൈസ് എന്ന് പറയുന്നത് 15 ആണ്. വീൽ ബേസ് എന്ന് പറയുന്നത് 2700 mm ആണ് വരുന്നത്. 3035 mm വരുന്ന കാർഗോ ബോക്സ് ആണ് വീറോയ്ക്ക് വരുന്നത്. ഡോർ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആദ്യം കാണുന്നൊരു ഡോർ പാഡാണ്. ഒരു നല്ലൊരു ഫൈബറിൻ്റെ ഒരു ഡോർ പാഡാണ് വരുന്നത്. ഇവിടെ ഗ്ലാസ് ആക്കുന്നതിൻ്റെ ഇതില്ല. ഇതാണ് പവർ വിൻഡോ സ്വിച്ചാണ് വരുന്നത്. ഓപ്പൺ ചെയ്യുന്നതിൻ്റെ ലിവർ കാര്യങ്ങൾ. പിന്നെ ചെറിയൊരു സ്പേസ് ഉണ്ട് നമുക്ക് കുപ്പിയോ കാര്യങ്ങളോ എന്തെങ്കിലും വെക്കുന്നതിന്. ചെറിയൊരു ചവിട്ടുപടി ഇവിടെ വരുന്നുണ്ട്. അകത്തോട്ട് കയറാൻ നോക്കുമ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്ന 216 mm ആണ്. അതുപോലെ തന്നെ നല്ല ഹൈറ്റ് ഉണ്ട് വണ്ടിക്ക്. ഇവിടെ നമുക്ക് പിടിച്ച് കയറാനൊരു ഹാൻഡിലുണ്ട്, ഗ്രിപ്പ് ഹാൻഡിൽ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ബീം ചെയ്യുന്നത്. പിന്നെ ഓട്ടോ ഓഫിൻ്റെ സ്വിച്ചും ഉണ്ട്. സീറ്റിങ്ങിലോട്ട് പോകുമ്പോൾ സീറ്റിംഗ് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ലിവറും ഉണ്ട്. ഫ്രണ്ടോട്ടും ബാക്കോട്ടും ആക്കുന്നതിൻ്റെ ലിവറും കാണാം. നമുക്ക് തൊട്ടിപ്പുറത്ത് തന്നെ ഹാൻഡ് ബ്രേക്ക് ലിവറുണ്ട്. ക്യാബിൻ്റെ പുറകിലെ സൈഡിലോട്ട് വരുമ്പോൾ 2 വിൻഡോസ് ഉണ്ട്. നമുക്ക് ഗ്ലാസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ഡ് ചെയ്യുന്നതിൻ്റെ വിൻഡോ കാണാം. ഡ്രൈവർ സീറ്റ് ഫ്രണ്ടോട്ട് മറിച്ചതിന് ശേഷമാണ് നമുക്ക് ഓയിൽ ചേഞ്ചും കാര്യങ്ങളും എല്ലാം ചെയ്യാൻ പറ്റത്തുള്ളത്. ഹീറോയിലോട്ട് ആദ്യം കയറുമ്പോൾ തന്നെ നമുക്ക് പിക്കപ്പ് ഗുഡ്സ് വണ്ടിയിൽ ആദ്യമായിട്ടാണ് കാണുന്നത് സ്റ്റിയറിങ്ങിൽ എയർ ബാഗ് സിസ്റ്റം കാണിക്കുന്നത്. അത് മഹേന്ദ്രയുടെ തന്നെ 2025 മോഡൽ. സ്റ്റിയറിംഗ് വീലിലോട്ട് വരുമ്പോൾ നടുക്ക് നമ്മുടെ പഴയ മഹേന്ദ്രയുടെ എംബ്ലം കാണിക്കാം. ഗുഡ്സ് വണ്ടിയിൽ മാത്രമേ ഉള്ളൂ ഈ എംബ്ലം വരത്തുള്ളത്. പാസഞ്ചർ വണ്ടിയിലെല്ലാം നമ്മുടെ ബട്ടർഫ്ലൈ ആണ് വരുന്നത്.
തൊട്ട് സൈഡിൽ നമുക്ക് ഫോൺ എടുക്കുന്നതും പാട്ട് എൻ്റെ വോളിയം കുറയ്ക്കുന്നതിൻ്റെ സ്വിച്ചും ഉണ്ട്. 2 സൺഷെയ്ഡ് വരുന്നുണ്ട് വണ്ടിക്കകത്ത്. ഡ്രൈവർ സൈഡും ഉണ്ട്, കോ ഡ്രൈവറും ഉണ്ട്. പിന്നെ ഒരു റൂഫ് ലാമ്പ് വരുന്നുണ്ട്. പിന്നെ ഒരു ഇന്നർ വ്യൂ മിറർ, അതിൻ്റെ ആൻറ്റിന, റേഡിയോയുടെ ആൻറ്റിനയും വരുന്നു. ടൈമിൻ്റെ താഴെ 2 AC വെൻറ്റിൻ്റെ കൺട്രോൾ സ്വിച്ചും കാര്യങ്ങളും, ഹസാർഡിൻ്റെ സ്വിച്ചുണ്ട്. പിന്നെ 2 വശത്തും പവർ വിൻഡോയുടെ സ്വിച്ചുണ്ട്. നമുക്ക് USB കുത്തുന്നതും പിന്നെ ഒരു 12 വോൾട്ടിൻ്റെ ഒരു പിന്നുമുണ്ട്. 5 സ്പീഡാണ് വണ്ടി വരുന്നത്. ഡാഷ്ബോർഡിലോട്ട് വരുമ്പം പഴയ മോഡൽ പിക്കപ്പ് മോഡലല്ല. ഇവിടെ ഒന്ന് അത്യാവശ്യം നല്ല ബലത്തിൽ നിൽക്കി കാണിക്കാനായി ഇങ്ങനെ ഓപ്പണായി വരും. ഗുഡ്സ് വണ്ടിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചേഴ്സാണ് നമ്മുടെ ഈ വീറോയ്ക്കകത്ത് വന്നിരിക്കുന്ന ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം. ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് നമ്മുടെ ഈ കാറിൻ്റെ അകത്തൊക്കെ വരുന്ന പോലെ തന്നെ കാർപ്ലേ പോലൊക്കെ തന്നെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് നമുക്ക് കോൾ എടുക്കുകയും കട്ടാക്കുകയും ചെയ്യുന്ന ഫീച്ചേഴ്സ് ഉണ്ട്. അത് നമ്മുടെ സ്റ്റിയറിംഗ് വീലിലും കൊടുത്തിട്ടുണ്ട്, കോൾ എടുക്കാനും കട്ട് ചെയ്യാനുമുള്ള. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തൊരു ക്യാബിൻ ലിങ്ക് എന്ന് പറയുന്ന ഇതുണ്ട്. ഇത് നിൽക്കി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു QR കോഡ് വരും. ഈ QR കോഡ് ഓപ്പൺ ചെയ്ത് നമുക്കത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഫോണിൻ്റെ അകത്തൊരു ആപ്പ് കിട്ടും. അത് വെച്ച് നമുക്ക് വണ്ടി എവിടെയാണ് കിടക്കുന്നത് കാര്യങ്ങളെല്ലാം നമുക്ക് കാണുക എല്ലാം ചെയ്യാം. ക്ലസ്റ്റർ എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ ക്ലസ്റ്റർ ആണ് വരുന്നത്. താഴെ നമുക്ക് കിലോമീറ്ററും കാണിക്കുന്നുണ്ട്, DFൻ്റെ ലെവലും വരുന്നുണ്ട്. കോ ഡ്രൈവർ സീറ്റിൻ്റെ അങ്ങോട്ട് വന്നു കഴിയുമ്പം ഇവിടെ ഒരു നമുക്ക് സാധനങ്ങൾ വെക്കാൻ വേണ്ടി ഓപ്പൺ ചെയ്യാം, സാധനം വെക്കാം. ഒരു ഗ്ലോ ബോക്സ് ഉണ്ട് മുകളിലൊരെണ്ണം. അതുപോലെ തന്നെ താഴെ ഒരു ഗ്ലോ ബോക്സ് വരുന്നുണ്ട്. ഇത് നമുക്ക് താക്കോലിട്ട് ഓപ്പൺ ചെയ്യുന്നതിൻ്റെയാണ്. ഈ സീറ്റിൻ്റെ ഈ ലിവർ പിടിച്ച് താത്ത് ഈ സീറ്റ് ഇങ്ങോട്ട് ഫ്രണ്ടോട്ട് ഹോൾഡ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്കിവിടെ ഓയിലൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെ തൊട്ട് പുറകിൽ തന്നെയാണ് എയർ ഫിൽട്ടർ മാറുന്നതിൻ്റെ പോർഷൻ വരുന്നത്. അതിൻ്റെ തൊട്ട് ഇപ്പുറത്ത് തന്നെ DF ഫ്ലൂയിഡ് നിറയ്ക്കുന്ന ടാങ്കാണിത്. മിക്ക കസ്റ്റമർക്കും മാറിപ്പോവും. ചില പമ്പിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഇരിക്കുന്ന ബായ്മാർ ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ അത് ഡീസൽ ഫില്ല് ചെയ്യും. അങ്ങനെ പ്രശ്നം ഉണ്ടാകാറുണ്ട്. അന്നേരം അതൊന്നും ശ്രദ്ധിക്കണം. ഇവിടെ ഇതിൻ്റെ അകത്ത് വരുന്നത് DF ആണ് നിറയ്ക്കേണ്ടത്. അവിടെ നേരെ കുറച്ച് പുറകോട്ട് വരുമ്പോഴാണ് ഇവിടെയാണ് നമുക്ക് ഡീസൽ നിറയ്ക്കേണ്ട പോർഷൻ വരുന്നത്. ഇതാണ് ഡീസൽ ടാങ്ക് വരുന്നത്. ഇവിടെ ക്യാബിൻ്റെ പുറകിലോട്ട് വരുമ്പോൾ നമുക്ക് സെൻസർ കാണാം. സെൻസറിൻ്റെ താഴെ നമ്മുടെ സാധാ പിക്കപ്പിൻ്റെ ടൈപ്പ് തന്നെ ടെയിൽ ലാമ്പാണ് വരുന്നത്. അതിൻ്റെ തൊട്ട് താഴെ സ്പെയർ വീൽ വെച്ചിട്ടുണ്ട്. 3 സെൻസറാണ് നമുക്ക് വരുന്നത് വീറോയ്ക്ക് വരുന്നത്. ഡീസൽ ടാങ്കിൻ്റെ ഓയിലിൻ്റെ ലെവൽ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിപ്സ്റ്റിക്ക് ഉണ്ട്. ഈ ഡിപ്സ്റ്റിക്ക് പിടിച്ച് വലിച്ചിട്ടാണ് ഈ ഓയിലിൻ്റെ ലെവൽ നോക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അങ്ങനെ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം.